Recording started. Good evening to all. ഇന്ന് നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താ പാഠത്തിന്റെ പേര്? നമ്മുടെ ശ്രീബുദ്ധനും മാൻകിടാവും. ശ്രീബുദ്ധനും മാൻകിടാവും അല്ലെ? ശ്രീബുദ്ധനും മാൻകിടാവും. എല്ലാരും വായിച്ചിട്ടുണ്ടായിരുന്നോ അത്? നയന, ഗുഡ് ഈവനിങ്. എല്ലാരും മ്യൂട്ട് ചെയ്യുന്നില്ലേ മിസ്? അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സെക്കൻഡ് ലെസൺ ശ്രീബുദ്ധനും മാൻകിടാവും. എല്ലാവരും എടുത്തവരെല്ലാരും വായിച്ചിട്ടുണ്ടോ? യെസ് ആണോ? അപ്പോ ഒന്നുകൂടി മിസ് ഇത് വായിക്കാണേ. ഓക്കെ, ഗുഡ്. ഒരിക്കൽ ശ്രീബുദ്ധൻ ഒരു നദീതീരത്തൂടി നടന്നു വരികയായിരുന്നു. നേരം പുലർന്നിട്ടേയുള്ളൂ. എങ്ങും കിളികളുടെ കളകളാരവം. പ്രകൃതിയുടെ മനോഹാരിത നുകർന്നുകൊണ്ട് അദ്ദേഹം മെല്ലെ നടന്നു. പെട്ടെന്നൊരു കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. കുറച്ചു ദൂരത്തൊരു മാനിനെ ആരോ കടമ്പ് മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. എന്തൊരു ഹീനമായ പ്രവൃത്തി! അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അല്ലേ? അതല്ലേ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ. ശ്രീബുദ്ധൻ പതുക്കെ നടന്നു മാനിന്റെ അടുത്തേക്ക് ചെന്നു. ആ സാധുജീവി നിറകണ്ണുകളോട് അദ്ദേഹത്തെ നോക്കി. കാരുണ്യത്തിന് വേണ്ടി അത് തന്നോട് യാചിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അപ്പോഴേക്കും ഒരു വഴിപോക്കൻ അതിലേ വന്നു. ശ്രീബുദ്ധൻ വഴിപോക്കനോട് ചോദിച്ചു, സ്നേഹിത, ഈ മിണ്ടാപ്രാണിയെ എന്തിനാണ് ഇപ്രകാരം ക്രൂരമായി വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? സ്വാമിൻ, മഗധ രാജകുമാരന് അസ്ത്രവിദ്യ പഠിക്കാൻ വേണ്ടിയാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്. കുമാരൻ വന്നാൽ ഇത് പൂരമ്പേറ്റ് പിടഞ്ഞു ചാവും, വഴിപോക്കൻ പറഞ്ഞു. ഓഹോ, അത് മഹാക്രൂരതയാണല്ലോ. ശ്രീബുദ്ധൻ ചിന്താവിഷ്ടനായി. അതെ, അദ്ദേഹത്തിന് വേണ്ടി നിത്യവും ഇങ്ങനെ ഓരോ മാനിനെ കെട്ടിയിടാറുണ്ട്. രാജകുമാരനല്ലേ, അദ്ദേഹത്തിന് എന്തും ചെയ്യാമല്ലോ. വഴിപോക്കൻ നടന്നുപോയി. ശ്രീബുദ്ധന്റെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. അദ്ദേഹം ആ മാനിന്റെ കെട്ടുകൾ അഴിച്ചു. നീ വേഗം പോയിക്കൊള്ളൂ, നിന്റെ ജീവിതം കളങ്കമറ്റതാണ്. ശ്രീബുദ്ധൻ അതിനെ വീണ്ടും തലോടി. സ്നേഹപൂർവം ശ്രീബുദ്ധനെ നോക്കിയിട്ട് അത് കാട്ടിലൂടെ ഓടി മറഞ്ഞു. ശ്രീബുദ്ധൻ തന്റെ ശരീരം ആ കടമ്പ് മരത്തോട് ചേർത്ത് ബന്ധിച്ചു. പിന്നെ കാവ്യവസ്ത്രം കൊണ്ട് ശരീരം ആകെ മൂടി. എന്നിട്ട് അവിടെ അനങ്ങാതെ നിന്നു. വൈകുന്നേരമായപ്പോൾ അമ്പും വില്ലും കൈകളിലേന്തി പരിചാരകരോടൊന്നിച്ച് മഗധ രാജകുമാരൻ ആ കടമ്പ് വൃക്ഷത്തിന്റെ സമീപത്തെത്തി. അദ്ദേഹം ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് വില്ലിനോട് ചേർത്ത്. അപ്പോഴാണ് മാൻകിടാവിന്റെ സ്ഥാനത്ത് കാവ്യവസ്ത്രത്തിന് നിറം കണ്ടത്. അദ്ദേഹം പരിചാരകരോട് പറഞ്ഞു, ഇന്നത്തെ ഇര സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി തോന്നുന്നല്ലോ. അതൊരു മൃഗം തന്നെയാണോ എന്ന് നോക്കിയിട്ട് വരൂ. പരിചാരകൻ വൃക്ഷച്ചുവട്ടിൽ ചെന്ന് നോക്കി. അപ്പോഴാണ് അതൊരു സന്യാസിയാണെന്ന് മനസ്സിലായത്. ആരോ സന്യാസിയെ ബലമായി പിടിച്ച് അവിടെ കെട്ടിയിട്ടതാണെന്ന് രാജകുമാരൻ വിചാരിച്ചു. രാജകുമാരൻ ചോദിച്ചു, അങ്ങേ ആരാണ് ഇവിടെ ബന്ധിച്ചത്? സന്യാസി പറഞ്ഞു, കുമാരാ, എന്നെ ആരും ഇവിടെ ബന്ധിച്ചതല്ല. പിന്നെ അങ്ങേക്ക് വേണ്ടി ഒരു മാനിനെ ഇവിടെ വരിഞ്ഞു കെട്ടിയിരുന്നു. അതിനെ ഞാൻ രക്ഷപ്പെടുത്തി, സന്യാസി അറിയിച്ചു. അതെന്തിന്? അപ്പോൾ എനിക്ക് എഴുതുവീട്ട മൃഗം വേണ്ടേ? രാജകുമാരൻ കോപിഷ്ഠനായി. കുമാരാ, ദേഷ്യപ്പെടാതിരിക്കൂ. മാനിനു പകരം അങ്ങ് എന്നെ അമ്പെയ്തു കൊള്ളൂ. അങ്ങേക്ക് അസ്ത്രവിദ്യ പഠിക്കാൻ ഏതെങ്കിലും ഒരു ജീവി മതിയല്ലോ, അത് ഞാൻ തന്നെ ആവട്ടെ. ശ്രീബുദ്ധൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു. ഞാൻ ഇതുവരെ മനുഷ്യരെ അമ്പെയ്ത് ശീലിച്ചിട്ടില്ല. രാജകുമാരൻ ദേഷ്യപ്പെട്ടു. കുമാരാ, പാവപ്പെട്ട മിണ്ടാപ്രാണികളെ കൊല്ലുന്നതിലും ഭേദം മനുഷ്യരെ തന്നെ കൊല്ലുകയാണ്. പക്ഷേ കൊല്ലൽ ഒന്നിനും വിധിയല്ല. രാജകുമാരനായ അങ്ങേക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും കൊല്ലാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഒരെണ്ണത്തിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ശ്രീബുദ്ധൻ രാജകുമാരനെ നോക്കി. ഇതോടെ രാജകുമാരൻ നിശബ്ദനായി. ശ്രീബുദ്ധന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പൂരമ്പ് പോലെ തറച്ചു. അദ്ദേഹം തന്റെ കയ്യിലിരുന്ന അമ്പും വില്ലും ശ്രീബുദ്ധന്റെ പാദങ്ങളിൽ വെച്ചു. അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ടു വണങ്ങിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു,
ഗുരു, അങ്ങ് പറഞ്ഞതാണ് ശരി. നമുക്ക് കൊല്ലാനേ കഴിയൂ, ഒന്നിനെയും ജീവിപ്പിക്കാൻ കഴിയില്ല. ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവർക്ക് കൊല്ലാനും അധികാരമില്ല. ഞാൻ ഇനിമേൽ ഒന്നിനെയും കൊല്ലില്ല. ഇത് സത്യം, സത്യം, സത്യം. രാജകുമാരന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രീബുദ്ധൻ ഉപദേശിച്ചു. അഹിംസ പരമോ ധർമ്മ. അല്ലേ? എന്താ ഉപദേശിച്ചത്? ശ്രീബുദ്ധന്റെ രാജകുമാരന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് എന്താ ശ്രീബുദ്ധൻ ഉപദേശിച്ചത്? അഹിംസോ പരമോ ധർമ്മ. മുഹമ്മദ് കെ, എക്സാം നാളെയാണ് കേട്ടോ. മിസ് എക്സാം പ്ലീസ്. ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ജോസി? ചില കുട്ടികളെല്ലാം അറിഞ്ഞിട്ടാ പറഞ്ഞു, അതായത് പിന്നെ ഇല്ല. അപ്പൊ നാളെ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ എക്സാം ആണ്. ഇന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഞാനത് പാരന്റ്സിനോട് പറയാതെ ഇട്ടാൽ അതൊരു ശരിയാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. പാരന്റ്സ് അറിയാതെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് മുഹമ്മദ് കെ? പ്ലീസ് അൺമ്യൂട്ട്. അന്നേ ഞാൻ പറഞ്ഞാണ്, ശരിയാണ്. അപ്പൊ ഇനി അടുത്ത ദിവസം എക്സാം ഉണ്ട്, ഉറപ്പ്. ഇനി എല്ലാവരോടും പറഞ്ഞു. ഓക്കെ. എഡ്വിൻ എന്താണ്? അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും തോന്നിയല്ലേ എന്തിന്? ഇന്ന് എല്ലാ ക്ലാസ്സിനും ഏകദേശം എക്സാം ഇട്ടു. ഇന്നുണ്ടെന്ന് വെച്ച് എല്ലാ ദിവസവും രാവിലെ ഇത് തന്നെയായിരുന്നു. എല്ലാ ദിവസവും പഠിച്ചുവാ? 5 മണിക്ക്. എന്റെ അപ്പാ, സൂപ്പർ. ഓക്കെ. അപ്പൊ നാളെ നമുക്ക് ഇനി എപ്പാണ് നെക്സ്റ്റ് ക്ലാസ് വരുന്നേ? നാളെ ഉണ്ടോ? ഉണ്ട്, നാളെ ഉണ്ട്. ചൊവ്വാഴ്ചയുണ്ട് മിസ്സേ. ബുധനാഴ്ചയുണ്ട്. എത്ര സമയമാണ്? ബുധനാഴ്ചയുണ്ട്. ഇപ്പൊ എത്ര പേര് പഠിച്ചു ഫുള്ള്? പോയി കാണിച്ചേ മിസ്സേ. എല്ലാരും പഠിച്ചിട്ട് മതി. ഓക്കെ അല്ലേ? സൂപ്പർ. മുഹമ്മദിന് ഒരു സൂപ്പർ. മുഹമ്മദ് എല്ലാം പഠിച്ചു. ഹന്ന റോസ് പഠിച്ചിട്ടുണ്ട്, കുറെ പേര് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏഞ്ചൽ ഫസ്റ്റ് പാടാണ് എക്സാം. സെക്കൻഡ് പാഠം നമുക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഫസ്റ്റ് പാടാണ് എക്സാം വരുന്നത്. മുഹമ്മദ് കെ, ഷഹബാസ് മിസ് വിളിച്ചിട്ടുണ്ട്. മുഹമ്മദ് കെ. അപ്പൊ ഇനി അടുത്ത ദിവസം എന്തായാലും എക്സാം ഉണ്ട്. ഇനി നമുക്ക് നാളെ ഉണ്ടെന്ന് തോന്നുന്നു. നാളെ ഉണ്ടോ അഞ്ജലി എക്സാം? അല്ല, ക്ലാസ് എന്റെ എഴുതിയത് ഇപ്പൊ ഇവിടെ ഇല്ല. ബുധനാഴ്ചയുണ്ട് മിസ്സേ. നാളെ ഇല്ല അല്ലെ? ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഏത് ദിവസമായാലും എക്സാം ഉണ്ട് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ ക്ലാസ്സിൽ എക്സാം ഉണ്ട്. എല്ലാ കുട്ടികളും കേൾക്കണം. റുവൈസേ, ലിസൺ ഹിയർ റുവൈസ് കേട്ടോ. ഓക്കെ. ഷഹാന ഉണ്ട് കേട്ടോ മോളെ. ഷഹബാസ് ഒക്കെ എല്ലാവരോടും പറയുന്നത്. നയന എന്താ പറയേണ്ടത്? പ്ലീസ് അൺമ്യൂട്ട് നയന. പറഞ്ഞോ. മിസ് പാട്ട് എഴുതിപ്പിക്കോന്ന്? പാട്ട് എഴുതിപ്പിക്കൂല. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എഴുതിപ്പിക്കുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ടൈം കിട്ടൂല. ഒരു 40 മിനിറ്റ് അല്ലേ ഉണ്ടാവും. അപ്പൊ ആ ടൈമില് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് എക്സാം ആണ്. എല്ലാ കുട്ടികളും ഇനി അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയരുത്. ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥം പിരിച്ചെഴുതുക, എന്തൊക്കെ ഞാൻ എഴുതുന്നില്ല അതിൽ എല്ലാം വരും. ഓക്കെ. എന്താ ഏഞ്ചൽ? മിസ് എന്താ? ഒരു മിനിറ്റ് ഏഞ്ചൽ സംസാരിച്ചോ? എന്താ ഏഞ്ചല്? ഏഞ്ചലിന് കളിയല്ല. നയന പറഞ്ഞോ. പിന്നെ ഞാന് ക്ലാസ് 2-3 എടുക്കാത്തോണ്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി എടുത്തിട്ടില്ല. മോൾ ആദ്യമായിട്ടാണോ ക്ലാസ്സിന് കയറുന്നേ? ഫോൺ ചെറിയ കംപ്ലൈന്റ് ആയി, പിന്നെ ബുക്കൊക്കെ മേടിച്ചിട്ട് ഇന്നലെ ആ ക്ലാസ്സിൽ കയറാൻ തുടങ്ങിയ. അപ്പൊ ഫസ്റ്റ് പാഠം എന്താണെന്ന് അറിയോ? അത് അർത്ഥമൊക്കെ എഴുതിയെടുത്തു, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇട്ടുതരാം കേട്ടോ. മുഴുവൻ ഇട്ടുതരാം, അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ. അതിന് എഴുതിയൊക്കെ ഇട്ടുതരാം. ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇന്ന് തന്നെ ഇട്ടുതരാം.
അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ആൻസറോ അർത്ഥമോ എന്തെങ്കിലും ഇതുവരെ എഴുതിയെടുക്കാതെ കിട്ടാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ മിസ്സിനോട്. ബാക്കി എല്ലാരും ഓക്കെ ആണല്ലോ? ബാക്കിയുള്ളവരെല്ലാം പഠിച്ചു നിൽക്കാണ്. അതിന് കിട്ടിയില്ലേ മോനെ? ഓക്കെ. എന്താ ഏഞ്ചൽ? ഏഞ്ചൽ എന്തോ സംസാരിക്കാൻ ഉണ്ടായിരുന്നു. ഏഞ്ചൽ പറഞ്ഞോ. ഏഞ്ചൽ എന്താ പറയണ്ടായത്? എന്താ മോൾക്ക് സംസാരിക്കാനുള്ളത്? ഒന്നുമില്ല. പറഞ്ഞോ മോളെ. അപ്പൊ ഇന്ന് മലയാളത്തിന്റെ അർത്ഥമൊക്കെ എഴുതണോ? ഈ സെക്കൻഡ് പാഠത്തിന്റെ എഴുതണം. ഞാൻ ഇട്ട് തന്നിട്ട് എഴുതിയാ മതി. ഞാൻ എഴുതി അയച്ചു തരുമ്പോ എഴുതിയാ മതി. പക്ഷെ എന്റെ അടുത്തിരിക്കുന്നത് ആത്മയ, നമ്മുടെ ക്ലാസ്സിലെ ആത്മയ. ഒന്ന് കാണണോ? ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ ഈ പാഠം മനസ്സിലാവാത്തവരുണ്ടോ ഇപ്പം? എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലായി. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ? അപ്പോ ഇതിന്റെ അർത്ഥം, പദങ്ങളുടെ അർത്ഥം പഠിക്കാമെന്ന് താഴെയുണ്ട്. ആരവം. ആരവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശബ്ദം. ഓക്കെ. ആരവം ശബ്ദം. ആരവം ശബ്ദം അല്ലേ? ഓക്കെ. ആരവം ശബ്ദം. നെക്സ്റ്റ് എന്താ? അടുത്തെന്താ? മനോഹാരിത. ഭംഗി. ഹീനം നീചം അല്ലെ? ഹീനം നീചം. നെക്സ്റ്റ് യാചിക്കുക. അപേക്ഷിക്കുക. വഴിപോക്കൻ. യാത്രക്കാരൻ. മിണ്ടാപ്രാണി. സാധുമൃഗം. നമ്മളെ ഇതിലില്ലേ? എന്താ ജോസി? പ്ലീസ് അൺമ്യൂട്ട് ജോസി. എന്താ ജോസി? മിണ്ടാപ്രാണി അതിന്റെ ഉത്തരം അറിയായിരുന്നു, അതുകൊണ്ട് കൈവക്കിയതാ. ഓ അതെ അല്ലേ? മിണ്ടാപ്രാണി സാധുമൃഗം. ചിന്താവിഷ്ടൻ, ചിന്തയിൽ മുഴുകിയവൻ. പിന്നെയോ പരിചാരകൻ, വേലക്കാരൻ. ബന്ധിക്കുക, കെട്ടിയിടുക. ഇനി വിപരീത പദാണ് അല്ലെ? ഓപ്പോസിറ്റ് വേർഡ്. അഹിംസ, ഹിംസ. സാധാരണം, അസാധാരണം. ശത്രു, മിത്രം. നെക്സ്റ്റ് ചേർത്ത് എഴുതാം. കളകള പ്ലസ് ആരവം, കളകളാരവം അല്ലേ? കളകള പ്ലസ് ആരവം, കളകളാരവം. കൈകളിൽ പ്ലസ് ഏന്തി, കൈകളിലേന്തി. കഴിവില്ലാത്ത പ്ലസ് അവർക്ക്, കഴിവില്ലാത്തവർക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ചേർത്ത് എഴുതാൻ? ഇനി നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കുകയാണ് അല്ലെ? വാക്യത്തിൽ പ്രയോഗിക്കുക എങ്ങനെയാ? വാക്യത്തിൽ പ്രയോഗിക്കുക എന്താ? കളകളാരവം. എന്താണ് എഴുതേണ്ടത്? നമ്മ എന്താ എഴുതുക? കളകള. പെരിയാറിന്റെ അറിയാം? മുഹമ്മദ് എന്തോ അറിയാം? പ്ലീസ് അൺമ്യൂട്ട്. പെരിയാറിന്റെ കളകളാരവം ഞങ്ങളെ കോരിത്തരിപ്പിച്ചു അല്ലെ? പെരിയാറിന്റെ കളകളാരവൻ ഞങ്ങളെ കോരിത്തരിപ്പിച്ചു. നെക്സ്റ്റ് എന്താ? ചിന്താവിഷ്ടൻ. എന്താ? എങ്ങനെയാ വാക്കിന്റെ പ്രയോഗിക്കുക? ചിന്താവിഷ്ടൻ. കുട്ടികൾ ചിന്താവിഷ്ടിച്ചു. ഇതെല്ലാം എവിടുന്നാ കിട്ടിയേ? ഓക്കെ. എന്താണ്? ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം എഴുതുന്നതാണ്. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ചില കുട്ടികൾ ചിന്താവിഷ്ടരായി ഇരിക്കാറുണ്ട് അല്ലേ?
ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ചിന്താവിഷ്ടരായി ഇരിക്കും അല്ലേ? ഓക്കെ, നല്ല രസമാണ് അല്ലേ അത്? അപ്പൊ ചിന്താവിഷ്ടം എന്നുള്ളത് നമ്മള് വാക്യത്തിൽ പ്രയോഗിച്ചു. നെക്സ്റ്റ് എന്താണ്? മിണ്ടാപ്രാണി. മിണ്ടാപ്രാണി എങ്ങനെയാ വാക്യത്തിൽ പ്രയോഗിക്കുക? മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് ചിലർ ഒരു വിനോദമായി കാണാറുണ്ട് അല്ലേ? അങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കാം നമുക്ക്. വേറെ എങ്ങനെയാ എന്ന് പറഞ്ഞേ? ആലോചിക്കണ? ഞാനും ആലോചിച്ചിട്ട് കിട്ടിയ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് ചിലർ ഒരു വിനോദമായി കാണാറുണ്ട്. അങ്ങനെ എഴുതാം നമുക്ക് അല്ലേ? നെക്സ്റ്റ് എന്താ? അത്രേ ഉള്ളൂ, കഴിഞ്ഞു അല്ലേ? പിന്നെ ഉത്തരം എഴുതുക. ഉത്തരം എഴുതുക. മിണ്ടാപ്രാണികൾ ഏഞ്ചൽ എന്താ? മിണ്ടാപ്രാണികൾ കാഴ്ച കണ്ട് ഏത് മിണ്ടാപ്രാണി? ആരാ? മിണ്ടാത്ത മൃഗങ്ങൾ. മിണ്ടാത്ത മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ സാധു മൃഗങ്ങള്. അവർക്ക് വർത്താനം പറയാനും പറ്റില്ല. അതെ, മിണ്ടാപ്രാണി. മനുഷ്യര് ചെയ്താലും അവരെ ചെയ്യാൻ പാടില്ലാന്ന് അല്ലെ? മിണ്ടാപ്രാണിയാണ് മൃഗങ്ങള്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് കാഴ്ച കണ്ടിട്ടാണ് ശ്രീബദ്ധന്റെ കണ്ണു നിറഞ്ഞത്? എന്താണ്? കുറച്ചു ദൂരത്ത് നിന്ന് ഒരു മാനിനെ കെട്ടിയിട്ട് അതുകൊണ്ടാണ് അല്ലേ? എല്ലാം മനസ്സിലായിട്ടുണ്ട് അല്ലേ കഥ? ഓക്കെ, ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടാണ് ശ്രീബുദ്ധന്റെ കണ്ണു നിറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് കണ്ടിട്ടാണ് ശ്രീബുദ്ധന്റെ കണ്ണു നിറഞ്ഞത്? ഒരു മാനിനെ ആരോ കടമ്പു മരത്തോട് ചേർത്ത് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് കണ്ടിട്ടാണ് ശ്രീബുദ്ധന്റെ കണ്ണു നിറഞ്ഞത് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ശ്രീബുദ്ധൻ മാനിനെ കെട്ടഴിച്ചു വിട്ടത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ്? അതിലും വേറെ ഒന്ന് ഉത്തരവുണ്ട്. എങ്ങനെയാ? ശ്രീബുദ്ധന് മാനിനോട് ദയ തോന്നിയത് കൊണ്ടല്ലേ കെട്ടഴിച്ചു വിട്ടേ? മിണ്ടാപ്രാണി ആയതുകൊണ്ടാണോ? ദയ തോന്നിയത് കൊണ്ടാണ് അല്ലേ? അപ്പൊ ശ്രീബുദ്ധന് മാനിനോട് ദയ തോന്നിയത് കൊണ്ടാണ്. എന്തോ ഏഞ്ചലിന് പറയാനുണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? മിസ് എനിക്കാവുന്നില്ല മിസ്, ഈ എഡ്വിനും മുഹമ്മദും മാത്രം ഇരിക്കുന്നേ. പറഞ്ഞൂടാ, നമ്മി ആദ്യം അങ്ങനെ തന്നെ ഉണ്ടായിനി. നമ്മ എന്തെങ്കിലും കളിച്ചിട്ട് വന്നിട്ട് എന്നാ മുഹമ്മദേ, എന്നാ ഏഞ്ചൽ എന്നാ പറയുന്നേ? നമ്മി ആദ്യം അൺമ്യൂട്ടായിട്ട് തന്നെ ഉണ്ടായിന്. എന്നിട്ട് നമ്മ ഏഞ്ചൽ, നീ ഇപ്പൊ അൺമ്യൂട്ട് ആണ്. ഒന്ന് പറഞ്ഞേ, സംസാരിച്ചോ. നേരത്തെ എനിക്ക് അൺമ്യൂട്ട് ആയിട്ടില്ലായിരുന്നു. കൊറേ നേരം എല്ലാത്തിന്റെ ഉത്തരം അറിയാം. അതിന് കൊറേ നേരം കൈ വെക്കാൻ തുടങ്ങിയിട്ട്. മിസ് ഒരു കാര്യം ചെയ്യും, ക്ലാസ് തുടങ്ങുമ്പോ ഞങ്ങള് തന്നെ മ്യൂട്ട് ആക്കണ്ടെന്നാ? എന്നാ പിന്നെ ഇവിടുത്തെ എല്ലാം ബഹളവും കൊണ്ട് ഇവിടെ ഭയങ്കര ബഹളായി. എന്നാ ഏഞ്ചൽ നീ അടുത്തോട്ടോ. ഏഞ്ചൽ നീ ഇപ്പൊ കാണുന്നില്ല നിന്നെ നമ്മള്. ഇപ്പൊ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കും, നീ ഒരു പൊസിഷനിൽ ഇരിക്കും. ഫോണ് മാറുമ്പോഴാണ് നിങ്ങൾക്ക് സൗണ്ട് ആയാലും പിക്ചർ ആയാലും കാണാതിരിക്കുന്നത്. ഒറ്റ ഒരു പൊസിഷനിൽ വെക്ക്, തൊട്ടോണ്ടിരിക്കരുത് ഫോണ്.
അങ്ങനെയാകുമ്പോ അത് വീഴും, ചെരിഞ്ഞു വീഴും. ഓക്കെ, അതവിടെ വെക്കേ. ഓക്കെ. ആ ഇപ്പൊ കണ്ടോ നല്ല നീറ്റായിട്ട് സംസാരിക്കാനും പറ്റുന്നേ. നൈജൽ ഹായ്. കണ്ടോ എല്ലാവർക്കും വൃത്തി സംസാരിക്കാൻ പറ്റുന്ന. അപ്പൊ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് ഒരുപാട് സൗണ്ട് ഇങ്ങോട്ട് വരരുത്, അതുകൊണ്ടാണ് മ്യൂട്ട് ആക്കുന്നത് നമ്മള്. അതുൽ പറഞ്ഞോളൂ. ജോസി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ജോസി പ്ലീസ് അൺമ്യൂട്ട്. ജോസി അൺമ്യൂട്ട് ചെയ്തോ? ഒന്നും കേൾക്കുന്നില്ല. മഴ ആയതുകൊണ്ടാ? ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങി. ഏഞ്ചലേ, ഞാൻ നിന്നെ ഓൾറെഡി അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്തോ ഒറ്റക്കന്നെ? ഞങ്ങൾ തന്നെ അൺമ്യൂട്ട് ചെയ്തോളാം. അപ്പം ഇപ്പൊ ഞങ്ങള് ഇപ്പൊ നമ്മള് കേറിയ പാടും ഞാൻ ഇന്ന്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശ്രീബുദ്ധന് മാനിനെ കെട്ടഴിച്ചു വിട്ടത് എന്തുകൊണ്ട്? ശ്രീബുദ്ധന് മാനിനോട് ദയ തോന്നിയത് കൊണ്ടാണ് മാനിനെ കെട്ടഴിച്ചു വിട്ടത്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മാനിനെ എഴുതി വീഴ്ത്താൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ മുഹമ്മദ് കെ. മാനിനെ എഴുതി വീഴ്ത്താൻ വന്ന രാജകുമാരനോട് ശ്രീബുദ്ധൻ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? കുമാര, ഈ മിണ്ടാപ്രാണി എന്നെ കൊല്ലുന്നതല്ലേ? കുമാര, നിങ്ങൾക്ക് എത്ര മൃഗങ്ങളെ വേണമെങ്കിലും കൊല്ലാം, പക്ഷെ ഒന്നിനെങ്കിലും ജീവൻ കൊടുക്കുവാനാകുമോ? അല്ലേ? ജീവൻ കൊടുക്കാൻ, ഒന്നിനെങ്കിലും ജീവൻ കൊടുക്കാൻ എനിക്ക് പറ്റുമോ എന്നാണ് ചോദിച്ചത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എത്രയാ? നാലാമത്തെ ക്വസ്റ്റ്യനോ? ശ്രീബുദ്ധന്റെ കാൽക്കൽ വച്ചുകൊണ്ട് രാജകുമാരൻ എന്താണ് പറഞ്ഞത്? പ്രതിജ്ഞയാണ് ചെയ്തത്. പറഞ്ഞത് അമ്മമ്മല്ലോ. അതിന്റെ അടുത്ത ചോദ്യം ആരോടാന്ന് വെച്ചാല് ഏഞ്ചലിനോട്. ഏഞ്ചൽ പറഞ്ഞ ആൻസർ. അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ട് വണങ്ങിക്കൊണ്ട് രാജകുമാരൻ പറഞ്ഞു, ഗുരു പറഞ്ഞതാണ് ശരി. കൊല്ലാനേ കഴിയും, ഒന്നിനെയും ജീവിക്കാൻ കഴിയില്ല. അറിയുന്നില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതല്ല ശരിക്കും ഉത്തരം. പറഞ്ഞേ എന്താ? ഏഞ്ചലിനെ അറിയില്ലേ? ഏഞ്ചലെ എന്നാ പറഞ്ഞേ എന്താണ് അതിന്റെ ആൻസർ? ശരിക്കും അതിന്റെ ആൻസർ എന്താണ്? ശ്രീബുദ്ധന്റെ കാൽക്കൽ അമ്പും വില്ലും വെച്ചുകൊണ്ട് രാജകുമാരൻ എന്ത് സത്യപ്രതിജ്ഞയാണ് ചെയ്തത്? ജീവിപ്പിക്കാൻ. ഓക്കെ, എന്നാ അതിനു മുമ്പേ ഉണ്ടത്രേ, ജീവിപ്പിക്കാൻ കഴിവില്ലാത്തവർക്ക് ഒന്നിനെയും കൊല്ലാനുള്ള അധികാരമില്ല, ഇനിമേൽ ഒന്നിനെയും കൊല്ലില്ല എന്നാണ് കുമാരൻ പ്രതിജ്ഞ ചെയ്തത്. ഇതിനെ പറയണം ക്വസ്റ്റ്യന്റെ ആൻസർ. എഡ്വിൻ, എന്തേ എഡ്വിൻ? രണ്ട് കയ്യും ഒക്കെയാണ് എഡ്വിൻ. ഓക്കെ, അപ്പൊ അടുത്ത ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ശ്രീബുദ്ധൻ ഉപദേശിച്ച പരമമായ ധർമ്മം എന്ത്? മേഡം ഒൺമ്യൂട്ട് ആക്കുന്ന പറഞ്ഞിട്ട് ആരാ സൗണ്ട് എടുക്കുന്നത് ഇവിടെ? ഷഹബാസ്, എന്തേ ഷഹബാസേ? ഷഹബാസ് അൺമ്യൂട്ട് ഷഹബാസ്. പ്ലീസ് അൺമ്യൂട്ട് ഷഹബാസ്. പോയാ? എന്താ ഷിസ ഉത്തരം? എന്താ ഷിസ?
സൗണ്ട് ഉണ്ടാക്കുന്ന ഒരാളും ഇവിടെ രണ്ട് കൈയും ഒക്കെ. മഴയാന്ന്. അതെ അല്ലേ? ഓക്കെ. അപ്പൊ ജോസി എന്താ അതിന്റെ ഉത്തരം? ക്വസ്റ്റ്യൻ തിരിഞ്ഞില്ല. 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ അല്ലേ ശ്രദ്ധിക്കുന്നത്? ശ്രീബുധന് ഉപദേശിച്ച പരമമായ ധർമ്മം എന്ത്? എഡ്വിൻ അറിയാതെ എനക്കറിയാം. ഞാൻ പറയാം. ആ എന്നാ പറ ജോസി. അഹിംസ പരമോ ധർമ്മ. ഓക്കെ. അഹിംസോ പരമോ ധർമ്മ എന്നതാണ് ഓക്കെ. അങ്ങനെ പറയണ്ട, ഇത്രേ പറയണ്ടു. അഹിംസോ പരമോ ധർമ്മ എന്നതാണ് ശ്രീബുദ്ധ ഉപദേശിച്ച പരമമായ ജന്തു സ്നേഹത്തിന്റെ കഥകൾ മനസ്സിലാക്കി ക്ലാസ് മുറി അവതരിപ്പിക്കുക. 2 അനുബന്ധ പ്രവർത്തനങ്ങൾ പറയുന്നത് അല്ലെ. എന്താണ്? ജാതക കഥകൾ തേടിപ്പിടിച്ച് വായിക്കുക. നിങ്ങളെ കൊണ്ട് വായിക്കാൻ പറ്റുമോ? എന്നാ വായിക്കണേ. പിന്നെന്താ? ജന്തു സ്നേഹത്തിന്റെ കഥകൾ മനസ്സിലാക്കി ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നില്ലല്ലേ? തേടി പിടിച്ച് വായിക്കാനൊന്നും പറ്റില്ല മിസ്സേ. ഇവിടെ അങ്ങനത്തെ ബുക്കേ ഇല്ല. ഇവിടെ ഒരു ബുക്കും ഇല്ല. ഒരു ബുക്കും ഇല്ല. നീ പഠിക്കുന്ന ബുക്കും ഇല്ല അല്ലേ? അതൊക്കെ ഉണ്ട്. അല്ലാതെ ഇതുപോലത്തെ എന്റെ വീട്ടിലെ ഒരു ബുക്കും ഇല്ല. അതാണ് ജോസി പറയുന്നത് അല്ലേ ജോസി? ഓക്കെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് പാഠം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെസന്റെ എക്സാം ആണ്. അടുത്ത ക്ലാസ്സിൽ എല്ലാ കുട്ടികളും നല്ല പോലെ പഠിച്ചിട്ട് വരണം അല്ലേ? പഠിച്ചിട്ട് വരുമല്ലോ. ഓക്കെ. നിങ്ങൾ സ്മാർട്ട് കുട്ടികളാണ് കൊണ്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വരുന്നു മിസ്സിന് അറിയാം അല്ലേ? സായി കൃഷ്ണ എന്താ അവിടെ ഒതുങ്ങിയിരിക്കുന്ന? ഒന്നും കേൾക്കുന്നില്ലേ? ഉണ്ട് അല്ലേ? മുഹമ്മദ് റിഹാൻ പോയോ? മുഹമ്മദ് കെ എന്തേ വീഡിയോയിലോ ഓഫ് ആക്കി എവിടെയോ പോയല്ലോ? ഷഹബാസിനോട് ചോദിക്കുമ്പോ ഷഹബാസ് എവിടെയോ പോയി. ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലേ ഷഹബാസേ? ലക്ഷ്മി പ്രിയ എന്തൊക്കെയുണ്ട്? സുഖാണോ? ഏബൽ ബിനോയ് സുഖാണല്ലേ? ഓക്കെ ഗുഡ്. ഹന്ന റോസ് എഡ്വിൻ ഇപ്പൊ 2 കൈയൊന്നും പൊക്കുന്നില്ലേ? അതിൽ ഓക്കെ. അതിൽ എന്തൊക്കെയുണ്ട്? അതിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടല്ലേ? ഓക്കെ. ഇപ്പോ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ജോസി ഏഞ്ചൽ നയന ഓക്കെ. ഷഹാന ഷെറിൻ സായി കൃഷ്ണ എല്ലാവരോടും മിസ് ബൈ പറയാണ്. നമ്മുടെ സമയം ഏകദേശം തീരാറായി. എല്ലാ കുട്ടികളും നല്ലപോലെ പഠിച്ചിട്ട് വരണം. ഓക്കെ ബൈ. See you in the next class. Bye. എല്ലാവരും ചായയൊക്കെ കുടിച്ചോട്ടോ പോയിട്ട്. 4:00 4:45 ആവുള്ളൂ. ഓക്കെ ബൈ. എന്തേ ജോസി ഇങ്ങനെ അവിടെ നിക്കുന്നു? ഏഞ്ചലേ ഓക്കെ ബൈ. മുഹമ്മദ് എന്തേ? മുഹമ്മദേ ചാരിയടി ഇരിക്കലേ. ഓക്കെ ബൈ. പോവാനും തോന്നില്ല അല്ലേ? മിസ്സിന് പോവാനും തോന്നുന്നില്ല. എത്രയേ ഉള്ളൂ ഇനി? 3 മിനിറ്റ്.